മൻസാ മൂസ ചരിത്രത്തിലെ രണ്ടാം ഭാഗം തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മുടെ മൻസാ മൂസ മാലിയിൽ സമ്പന്നമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജാവായി കുറച്ചു വർഷം പിന്നിടുമ്പോൾ ഒരു ദിവസം മാളികയുടെ മുകളിൽ നിന്ന് സാമ്രാജ്യത്തിന്റെ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന മണൽ പർവ്വതങ്ങളെ നോക്കി മൻസാ മൂസ സ്വയം പറഞ്ഞു, എനിക്കെന്തോ കുറവുണ്ട്. ഈ പൊന്ന്, ഈ അധികാരം എല്ലാം അല്ലാഹുവിന്റെ കരുണയില്ലേ? അവന്റെ വഴിയിൽ ഞാൻ യാത്ര ചെയ്യാതിരിക്കുന്നത് ശരിയായിരിക്കുമോ? അങ്ങനെ AD 1324 മൻസാ മൂസ ഒരു മഹത്തായ തീർത്ഥാടനം തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ സിംഹാസനമുറിയിൽ എല്ലാവരും കൂടി മൻസാ മൂസ ഗർവത്തോടെ പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുകയാണ്. മാലിയുടെ പേരും മാനവികതയും ലോകം കേൾക്കുന്ന ഒരു യാത്ര. ഇത് കേട്ട മന്ത്രിമാർ ഞെട്ടി. ഒരു രാജാവിന്റെ നീണ്ട യാത്ര അപകടകരമല്ലേ? കള്ളന്മാർ, മരുഭൂമി, പാതകൾ എങ്ങനെ പോകും? എന്നാൽ മൂസയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. മൻസാ മൂസയ്ക്ക് സാധാരണമായ ഒരു യാത്രയല്ല ഇത്. പോകുന്നിടത്തെ ദരിദ്രരൊന്നും വിശന്നു നിൽക്കരുത്, രാജാവ് പറഞ്ഞു. അങ്ങനെ മൻസാ മൂസ ഹജ്ജ് യാത്രയ്ക്കൊരുങ്ങി. മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം. രാജാവിനെ പരിചരിക്കാൻ 60,000 ദാസന്മാർ, അവരെ പരിചരിക്കാൻ മറ്റു 12,000 ദാസന്മാർ, ഓരോരുത്തർക്കും പൊന്നാൽ അലങ്കരിച്ച വസ്ത്രങ്ങൾ, തന്നോട് ചേർന്ന് 80 ഒട്ടകങ്ങൾ, അതിൽ ഓരോന്നിലും 200 കിലോഗ്രാം സ്വർണങ്ങൾ. മാലിയിലെ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഈ യാത്രയെ കണ്ടപ്പോൾ ജനങ്ങൾ വിസ്മയത്തോടെ വിളിച്ചു, ഇതാണ് നമ്മുടെ രാജാവ്, പൊന്നും ദയയും ഒരുമിച്ചുള്ള മനുഷ്യൻ. ഈ ഒരു യാത്രയുടെ ആഡംബരം മനസ്സിലാക്കാൻ ചരിത്രകാരന്മാർ പറയുന്നത്, ഇദ്ദേഹത്തിന്റെ യാത്രാ സംഘത്തിലെ ആദ്യത്തെ ഒട്ടകം ഒരു രാജ്യത്ത് കാലുകുത്തിയാൽ സംഘത്തിലെ അവസാനത്തെ ഒട്ടകം അവിടം കടന്നു പോകാൻ ഏകദേശം 3 ദിവസം എടുക്കുമായിരുന്നത്രേ. ഒട്ടകക്കൂട്ടങ്ങൾ മുന്നോട്ട് ചലിച്ചു. മണൽപാതകൾ താണ്ടി മരുഭൂമിയിലെ ആ മഹായാത്ര ആരംഭിച്ചു. പകലിന്റെ ചൂടും രാത്രിയിലെ തണുപ്പും പൊടിക്കാറ്റും വീണവരെ ഉയർത്തിയും വഴിയിൽ കാണുന്ന മുഴുവൻ ദരിദ്രർക്കും സ്വർണം നൽകി. കൂടാതെ യാത്രയിലെ എല്ലാ ആളുകളും ഒരു വലിയ കുടുംബം പോലെ പരസ്പരം സഹായിച്ചു. സ്വർണം ദാനം ചെയ്ത് അന്ന് മൻസാ മൂസ സഞ്ചരിച്ച സ്ഥലങ്ങളെല്ലാം സമ്പന്നമായി എന്നാണ് ചരിത്രം. യാത്ര കൈറോയിലെത്തുമ്പോൾ വലിയ തോതിൽ സ്വർണം ജനങ്ങൾക്കും ദരിദ്രർക്കും നൽകി. ഇതിന്റെ ഫലമായി കൈറോയിലെ സ്വർണ്ണവില താങ്ങാനാകാത്ത വിധം താഴുകയായിരുന്നു. നിരവധി ഇടപാടുകൾ, വ്യാപാര മാർക്കറ്റുകൾ തകരുകയും നഗരത്തിലെ സാമ്പത്തിക രംഗം ഒടുവിൽ മൂസയുടെ ദാനശീലത്തെ വിസ്മയമായി കാണുകയും ചെയ്തു. നഗരവാസികൾ കണ്ടത് ഒരിക്കലും കാണാത്ത ഒരു രാജാവിന്റെ ശോഭയും ധനവുമായിരുന്നു. മാലി സാമ്രാജ്യത്തിലെ പൊന്നിൻ രാജാവ് വന്നിരിക്കുന്നു എന്ന വാർത്ത നഗരത്തിലാകെ പടർന്നു. ലോകം ആദ്യം എഴുതി, ദ റിച്ചസ്റ്റ് മാൻ ഓൺ എർത്ത്, മൻസാ മൂസ. മൻസാ മൂസ ഹജ്ജിൽ നിന്നും മടങ്ങി വന്നപ്പോൾ കണ്ട ഒരു കാര്യം അദ്ദേഹത്തെ അടിമുടി മാറ്റി. മാലിയിൽ അദ്ദേഹം പുസ്തകങ്ങളും പണ്ഡിതന്മാരും സർവകലാശാലകളും നിറഞ്ഞ ഒരു രാജ്യമുയർത്തുന്നു. അദ്ദേഹം ടിംബക്ടുവിനെ ജ്ഞാനത്തിന്റെ നഗരമാക്കി മാറ്റി. മസ്ജിദുകൾ, ലൈബ്രറികൾ, സർവകലാശാലകൾ, ദ ജിങ്വരേബർ മസ്ജിദ് ഇന്നും അദ്ദേഹത്തിന്റെ സംഭാവനയായി നിലനിൽക്കുന്നു. പൊന്നു മാത്രമല്ല, മൂസയുടെ ശക്തി അദ്ദേഹത്തിന്റെ നീതിയിലും കാരുണ്യത്തിലുമായിരുന്നു. അദ്ദേഹം രാജ്യത്തെ സമ്പന്നമാക്കി, വിദ്യാഭ്യാസം ഉയർത്തി, വ്യാപാര പാതകൾ സുരക്ഷിതമാക്കി. അവസാന കാലത്ത് അദ്ദേഹം സിംഹാസനം തന്റെ മകനായ മാഗൻ ഒന്നാമന് നൽകി. ഒരു ദിവസം ശാന്തമായൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം മൻസാ മൂസ അന്തരിച്ചു. സാമ്രാജ്യത്തിനൊരു അശ്രു, ലോകത്തിനൊരു നഷ്ടം. ആളുകൾ പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും പ്രകാശമുള്ള രാജാവ് പോയി. ഇന്നുവരെ മൂസയെ ലോക ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏകദേശം AD 1337 മരിച്ചത് എന്നാണ് ചരിത്രപരമായി പൊതുവായി വിശ്വാസം.